ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഷഫീന ബീവി അടക്കം സകലരെ ഫസ്റ്റ് ഷഫീന ബീവി തന്നെയാണ് ചാനലിലൂടെ ഈ വിവരം പുറത്തുവിട്ടത്. അതായത് രേണുസുതി ബിഗ് ബോസിലായിരുന്ന സമയത്ത് ഹനാൻ എന്ന് പറയുന്ന സ്വന്തം കൂട്ടുകാരി രേണുസുതി കൊല്ലം സുതി മരിച്ചതിന് ശേഷം ഒരു അബോർഷൻ ചെയ്തു എന്ന തരത്തിലുള്ള ഒരു വാർത്തയാണ് ഓഡിയോ സഹിതം പുറത്തുവിട്ടത്. പക്ഷേ അതിൻ്റെ സത്യാവസ്ഥയെപ്പറ്റി രേണുസുതി ഒരിക്കൽ പോലും പ്രതികരിച്ചില്ല. അപ്പോൾ ഷഫീന ബീവി സഹിതം പല ആൾക്കാരും പ്രതികരിച്ചാണ് എന്തുകൊണ്ട് രേണുസുതി അബോർഷൻ കേസിനെ പറ്റി മാത്രം പ്രതികരിക്കുന്നില്ല, ബാക്കിയെല്ലാം അവർക്ക് പ്രതികരിക്കാമല്ലോ എന്ന് ചോദിച്ചുകൊണ്ട്. പക്ഷേ എല്ലാവർക്കും വായടപ്പിച്ചുകൊണ്ടുള്ള മറുപടി രേണുസുതി ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് രേണുസുതി കഴിഞ്ഞ ദിവസം പുതുപ്പള്ളി പള്ളിയിൽ വെച്ചിട്ട് പെണ്ണുങ്ങളായാൽ പ്രഗ്നൻ്റ് ആവും, അബോർഷൻ ആകും എന്ന രീതിയിൽ സംസാരിക്കേണ്ടായി. പക്ഷേ ആൾക്കാർ അത് പല ക്യാപ്ഷനുകളും കാര്യങ്ങളുമൊക്കെ കൊടുത്ത് അതിനെ വളച്ചൊടിച്ച് വളരെ മോശം രീതിയിലാണ് പല വീഡിയോസും അപ്ലോഡ് ചെയ്തത്. പക്ഷേ അതിനെതിരെയും പ്രതികരിച്ചുകൊണ്ടാണ് രേണുസുതി ഇപ്പോൾ വന്നിരിക്കുന്നത്. താനും ഒരു അമ്മയല്ലേ, ഒരിക്കലും അങ്ങനെ ഒരു വൃത്തികെട്ട രീതിയിൽ താൻ ആ വർത്താനം പറയില്ല. താൻ ഉദ്ദേശിച്ചതിനെയല്ല ആൾക്കാർ വളച്ചൊടിക്കുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ അബോർഷൻ നടന്നിട്ടുണ്ട്, അത് സത്യം തന്നെയാണ്. പക്ഷേ അത് ഋതപ്പൻ എന്ന് പറയുന്ന ഫസ്റ്റ് ബേബി ഉണ്ടാകുന്നതിന് മുൻപ് അവർക്കൊരു ബേബി ഉണ്ടായിരുന്നു. ആ ബേബി 6 മാസമായപ്പോൾ ഹൃദയമിടിപ്പില്ലാതെ വയറ്റിൽ വെച്ച് തന്നെ മരിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. അതിനുശേഷം അതിനെ അബോർട്ട് ചെയ്ത് കളയുകയായിരുന്നു എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് കിച്ചു ആണെങ്കിലും സുധിച്ചേട്ടനാണെങ്കിലും ഒരുപാട് കരയുകയും വിഷമിക്കുകയൊക്കെ ചെയ്തൊരു ടൈമായിരുന്നു. അതുപോലെ തന്നെ ഈ കാര്യങ്ങളൊന്നും എനിക്ക് ആരെയും ബോധിപ്പിക്കേണ്ട കാര്യമില്ല. എൻ്റെ വീട്ടുകാരെയും കിച്ചുവിനെയും സുധിച്ചേട്ടൻ്റെ വീട്ടുകാർക്കും എല്ലാവർക്കും അറിയാവുന്നതും എന്നെ നല്ലതായിട്ട് അവർക്കും അറിയാവുന്നവരാണ് എന്നാണ് പറയുന്നത്. ബാക്കി നാട്ടുകാരെ ഒന്നും ബോധിപ്പിക്കേണ്ട കാര്യമില്ല. അത് കാരണം ഈ കാര്യങ്ങളെക്കുറിച്ച് പ്രതികരിക്കേണ്ടെന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഞാൻ കഴിഞ്ഞ ദിവസം പറയുന്ന കാര്യം വളച്ചൊടിച്ചതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ പ്രതികരിക്കുന്നത് എന്നാണ് രേണുസുതി പറഞ്ഞിരിക്കുന്നത്. ഏതായാലും വീഡിയോ കണ്ടിട്ട് അഭിപ്രായം. അപ്പോൾ കൃമി ഇളകി നടന്ന കുറേ ആൾക്കാർക്കൊക്കെയുള്ള മറുപടി കിട്ടിയിട്ടുണ്ടല്ലോ. ഇനി അബോർഷൻ എന്ന് പറയാതെ പറഞ്ഞുകൊണ്ട് ആരും വരാതിരിക്കുക. അപ്പോൾ രേണുസുതിയുടെ ഫാൻസൊക്കെ വന്ന് കമൻറ്റ് ഇട്ടോളൂ. അപ്പോൾ രേണുസുതി നല്ല മറുപടി തന്നെയല്ലേ കൊടുത്തത്. ഏറ്റവും മാന്യമായ രീതിയിൽ തന്നെയാണ് രേണുസുതി മറുപടി കൊടുത്തിരിക്കുന്നത്. ആരുടെയും പേരെടുത്ത് പറയുകയോ മോശമായി പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഏറ്റവും മാന്യമായ രീതിയിൽ തന്നെയാണ് മറുപടി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വീഡിയോസ് കണ്ടിട്ട് എല്ലാവരും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ എല്ലാവർക്കും ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ മറക്കാതെ പുതുതായിട്ട് വരുന്ന ആൾക്കാരൊക്കെ ചാനലൊന്ന് സബ് ചെയ്തേക്കണേ. കഴിഞ്ഞ ദിവസം തന്നെ പെണ്ണായ പ്രഗ്നൻ്റ് ആവുമെന്നാണ് പറഞ്ഞത്. പെണ്ണുങ്ങൾ നല്ല പ്രഗ്നൻ്റ് ആവുന്നത്, അതിന് പെണ്ണായ അബോർഷൻ ആക്കുമെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനല്ല പറഞ്ഞു. ക്യാപ്ഷൻ്റെ കുഴപ്പമാണ്. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ അങ്ങനെ പറയൂ? ഞാനൊരു അമ്മയല്ലേ, ഞാൻ അതിനെ പറയൂ? അങ്ങനെ സുധിച്ച ഋതപ്പന് മുന്നേ 6 മാസം മുന്നേ ഞാൻ പറഞ്ഞിട്ടില്ല, ഒരു മീഡിയയോടും പറഞ്ഞിട്ടില്ല. ഋതപ്പന് 6 മാസം മുന്നേ, ഋതപ്പൻ ഉണ്ടാകുന്നതിന് 6 മാസം മുന്നേ ഒരു കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് ഇല്ലാതെ അബോർഷൻ ആക്കിയതാണ്. കുഞ്ഞ് വയറ്റിൽ കിടന്ന് മരിച്ചു. അന്ന് സുചേട്ടൻ്റെ കിച്ചുവൊക്കെ പൊട്ടിക്കരഞ്ഞു. ആ ഹോസ്പിറ്റലൊന്നും ഞാൻ പറയുന്നില്ല, പൊട്ടിക്കരഞ്ഞു. തിരുവല്ലല്ലോ ഹോസ്പിറ്റലാണ്, പൊട്ടിക്കരഞ്ഞു. അപ്പം ലക്ഷ്മി പ്രിയ ചേച്ചിയൊക്കെ എന്നെ വിളിച്ച് ആശ്വസിപ്പിച്ചു. ലക്ഷ്മി പ്രിയ ചേച്ചി സുചേട്ടനൊക്കെ ടമാർ പടാറ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. അന്ന് ഞാൻ ഒരുപാട് മാനസികമായിട്ട് തളർന്ന സമയമാണ്. 2 മാസമായേ ഉള്ളൂ. ആ കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് ഇല്ലായിരുന്നു. അപ്പം എനിക്കും ദോഷം വരുന്നത് കൊണ്ടാണ് അത് അന്ന് ചെയ്തത്. അത് മരിച്ചുപോയ കുട്ടിയാണ് വയറ്റിൽ കിടന്നത്, വേറെ ഒന്നും. അതിനുശേഷം 6 മാസത്തിന് ശേഷമാണ് ഋതപ്പനുണ്ടായത്. അതിന് എന്തൊക്കെ തെറ്റിദ്ധരിച്ചാണ് കമന്റ്സ് വരുന്നത്. അങ്ങനെ ഒരു ലൈഫിൽ അങ്ങനെ ഒന്നും ഉണ്ടായി. നീ എന്താ പ്രതികരിക്കാത്ത? എനിക്ക് സൗകര്യമില്ല പ്രതികരിക്കാൻ അതിനെപ്പറ്റി. മറ്റേ പുള്ളിക്കാരി പറഞ്ഞത് പ്രതികരിക്കാൻ എനിക്ക് സൗകര്യമില്ലെന്നേ. നീ എന്താ പ്രതികരിക്കുക? എനിക്കെന്താ, ഞാൻ എന്താ ആരെ പേടിക്കണം? എൻ്റെ മൂത്ത മകനും എൻ്റെ വീട്ടുകാരും എൻ്റെ കൂടെ ഉണ്ട്. ഞാൻ എന്തിനാണ് ആരെ പേടിക്കണം? 22 വയസ്സുകാരന് വെളിപ്പെടുത്താൻ സൗകര്യമില്ല, അത്രേ ഉള്ളൂ. അവളങ്ങനല്ലേ പറഞ്ഞു, ഈ പറയുന്നവരങ്ങനല്ലേ പറയുന്നത്. എനിക്ക് സൗകര്യമില്ല വെളിപ്പെടുത്താൻ. എനിക്ക് എൻ്റെ മൂത്ത മകനും എന്നെ അറിയാം, എൻ്റെ സുധിച്ചേട്ടന് പറഞ്ഞാൽ അവരുടെ വീട്ടുകാർക്കും അറിയാം, എൻ്റെ വീട്ടുകാർക്കും എന്നെ അറിയാം. പിന്നെ ആരെയാണ് ഞാൻ ബോധിപ്പിക്കേണ്ടത്? ആരെ ബോധിപ്പിക്കണം? നിങ്ങൾ പറ. കുറേ നാളായി തുടങ്ങിയിട്ട് അവളെന്താ അതിനെപ്പറ്റി പ്രതികരിക്കാത്ത? അവളെന്താ ഇതിനെ പ്രതികരിക്കാൻ സൗകര്യമില്ലെന്നേ കൊണ്ട് കേസ് കൊടുക്കേ. മനസ്സിലായോ? പ്രതികരിക്കാൻ സൗകര്യമില്ല. ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരാൾ എന്തൊക്കെ അനുഭവിക്കുന്നു, അല്ലെങ്കിൽ മാക്സിമം ഞാൻ അനുഭവിക്കുന്നുണ്ട്. പിന്നെ ഞാൻ അത് ഏതെങ്കിലും ഒരുത്തെ റീച്ചിന് വേണ്ടിയിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ അത് കെട്ടിയെടുത്ത് ഓരോരുത്തരും ഇങ്ങനെ ഇടുന്നു. ഞാൻ ഈ പ്രതികരിക്കാൻ കൂടെ ചെയ്യണം? സൗകര്യമില്ല. അതുകൊണ്ടാണ് രേണുസുതി പ്രതികരിക്കാത്തത്. അല്ലാതെ പേടിച്ചിട്ടോ ഒന്നും വേണ്ട. ഇത് ഇത്ര വലിയ കാര്യം. പെണ്ണായ അങ്ങനെ ആവും, അത്രേ എനിക്ക് പ്രതികരിക്കാനുള്ളൂ. മനസ്സിലായോ? ഇവരാരും ഉത്തരവാദിത്തപ്പെടേണ്ടെന്നേ. അത് ആരെല്ലാം രംഗത്ത് വരുന്നുണ്ടോ ഞാനാ ഉത്തരവാദി എന്ന് പറഞ്ഞു? ഈ പറയുന്ന ആരെങ്കിലും കൊണ്ടുവന്നേ അല്ല, ഈ പറയുന്ന ആരെങ്കിലും ഒക്കെ ആയിരിക്കുന്നേ. എൻ്റെ വായിൽ നിന്ന് എന്തെങ്കിലും കേൾക്കാന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാനൊന്നും മിണ്ടാത്ത, ഒരു കാര്യവും സംസാരിക്കാത്തത്.